നിലമ്പൂരിൽ പന്നിക്കിണിയിൽ കുടുങ്ങി ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ച് രാഷ്ട്രീയ നേതാക്കളും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളും. രാവിലെ മുതൽ അനന്തുവിന്റെ വീട്ടിലേക്ക് രാഷ്ട്രീയ നേതാക്കൾ എത്തി. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായ നിലമ്പൂരാകെ അനന്തുവിന്റെ വേർപാടിന്റെ ദുഃഖത്തിൽ. കുടുംബത്തെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ അനന്തുവിന്റെ വീട്ടിലെത്തിയ നേതാക്കളും സ്ഥാനാർത്ഥികളും. രാവിലെ മുതൽ അനന്തുവിന്റെ വീട്ടിലേക്ക് നേതാക്കൾ എത്തി തുടങ്ങിയിരുന്നു. വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനില്ലെന്ന് അനന്തുവിന്റെ കുടുംബാംഗങ്ങളെ കണ്ട ശേഷം UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. ഇതുപോലത്തെ പ്രസ്താവന നടത്തുന്ന മന്ത്രി എത്ര നിരുത്തരവാദിത്വപരമാണ് പറയുന്നത്. ഇതൊരു രാഷ്ട്രീയ ആവശ്യമല്ല. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കുന്നതിന് പകരം നിലമ്പൂരുകാരെന്ന നിലയിൽ ഞാൻ പറയുന്നു, നിലമ്പൂരിന്റെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചേ മതിയാവൂ. സംഭവത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തരുതെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ് പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവരും അനന്തുവിന്റെ വീട്ടിലെത്തി. ഒരാൾ മരിച്ചാൽ ആ ദുഃഖത്തിൽ പങ്കാളിയാവുക എന്നത് മനുഷ്യസഹജമായ ഒരു കാര്യമാണ്. അപ്പോൾ കൊടിയെടുത്തിട്ട് ഇറങ്ങണം, രാഷ്ട്രീയമായിട്ട് മുതലെടുപ്പ് നടത്താൻ കഴിയും, അല്ലെങ്കിൽ 2 വോട്ട് കൂടുതൽ കിട്ടിയാലോ എന്നൊക്കെ ചിന്തിക്കുന്നത് വളരെ ഹീനമായൊരു കാര്യമാണ്. അനന്തുവിന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തി കണ്ട ശേഷമാണ് PV അൻവർ വീട്ടിലെത്തിയത്. ഇത് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കേണ്ട ഒരു വിഷയമായിട്ട് ഞാനും കാണുന്നില്ല. പക്ഷേ മന്ത്രി പറഞ്ഞ ആ കാര്യം ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ആളുകളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അല്ല, അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയിട്ടില്ലെങ്കിൽ മന്ത്രി അതിന് മാപ്പ് പറയണം. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും ഉച്ചയോടെ അനന്തുവിന്റെ വീട്ടിലെത്തി. മാംസ കച്ചവടക്കാർ അവരുടെ ഒരു കെണിയിൽപ്പെട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് ഞാൻ കരുതുകയാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടിയില്ലാത്തത് ഒരു വലിയ പ്രശ്നമാണ്. 24 നിലമ്പൂർ.